നമസ്കാരം. ഡി ന്യൂസ് ആരംഭിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. വാർദ്ധക്യത്തിലും മറ്റ് അവശതകൾക്കിടയിലും നമുക്ക് ഒരു കൈത്താങ്ങാണ് കേരള സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ. പുതിയ സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ പെൻഷൻ സമ്പ്രദായം? ആർക്കൊക്കെയാണ് പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ളത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഡി ന്യൂസ് വിശദമായി പരിശോധിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലുകളും ഒഴിവാക്കലുകളും നേരിടുമ്പോൾ മാസം തോറും ഒരു നിശ്ചിത തുക സർക്കാർ ക്ഷേമത്തിനായി ജനങ്ങൾക്ക് നൽകുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നമ്മുടെ പെൻഷൻ സമ്പ്രദായം എന്താണ്? വിശദമായി തന്നെ നോക്കാം. ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കുന്ന സർക്കാരിന് സ്വാഭാവികമായും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ നൽകുന്ന കരുതലിനൊപ്പം നിശ്ചിത തുക അവശത അനുഭവിക്കുന്നവർക്ക് തിരികെ നൽകുന്നു. എല്ലാ മാസവും ഇങ്ങനെ നിശ്ചിത തുക അർഹരായവർക്ക് പെൻഷനായിട്ട് നേരിട്ട് കൈമാറുന്നു. ആരോഗ്യം ക്ഷയിച്ച് ഒറ്റപ്പെടലുകൾ നേരിടുന്ന വാർദ്ധക്യകാലത്ത് ഇത് കൈത്താങ്ങായി മാറുന്നു. ചുരുക്കിൽ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ സംവിധാനം. ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ സർക്കാർ നടത്തുന്ന കരുതലെന്നും ഇതിനെ വിളിക്കാം. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിപുലമായ സംവിധാനം കേരളത്തിൽ പെൻഷൻ വിതരണത്തിനുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി സർക്കാർ മേഖലയിൽ കമ്പനി തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം. ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തി പെൻഷൻ വിതരണം കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കേന്ദ്ര സർക്കാർ നയങ്ങളാണ് തിരിച്ചടിയായതെന്ന് കേരളം വാദിക്കുന്നു. വലിയ രാഷ്ട്രീയ നിയമപ്രശ്നമായ ഈ വിവാദം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. മുമ്പ് നാമമാത്രമായ തുക വർഷത്തിൽ എന്നെങ്കിലും വിതരണം ചെയ്യുന്ന സംവിധാനമായിരുന്നു ഇതെങ്കിൽ താരതമ്യേന ഭേദപ്പെട്ട തുക കൂടുതൽ പേരിലേക്ക് ഏറെക്കുറെ കൃത്യമായി എത്തുന്ന രീതിയായി ഇത് മാറി. പക്ഷേ 6 മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നിലവിലുണ്ടെന്ന യാഥാർത്ഥ്യം മറക്കുന്നില്ല. കള്ളിയില്ലാതെ ചട്ടി പിടിച്ച മാത്രമേ ഉള്ളൂ. ഈ കൊള്ളയടിച്ചിട്ടില്ല, സ്വർണം കാക്കാൻ പോയിട്ടില്ല, പള്ളിവാസിൽ ഇതിന് എനിക്ക് ഒതുക്കാനില്ല. എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, ചട്ടി പിടിച്ചത് അത്രയേ ഉള്ളൂ എനിക്ക് ഒതുക്കാൻ. ഇവർക്ക് ഒതുക്കാൻ ഇവർക്ക് നിത്യക്കള്ളിയുണ്ടോ? ആ മാസപ്പടിയിൽ ഒരു ഓഹരി അല്ല എന്ന് ചോദിച്ചേ. ഞങ്ങൾ ജനങ്ങളുടെ നികുതി പിരിക്കണ കാശ് അതിലൊരു ഓഹരി ഞങ്ങൾക്ക് വേണമെന്നാണ് പറഞ്ഞത്. അതാ ഞങ്ങൾക്ക് വണ്ടി മേടിച്ച് തരാൻ പറഞ്ഞില്ല, കൊട്ടാരം പണിയാൻ പറഞ്ഞില്ല, ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് റേഷനരി എനിക്കെന്നല്ല, ഇവിടെ പാവങ്ങൾക്ക് അതുപോലെ പെൻഷൻ മുടങ്ങുന്നത് വലിയ വാർത്തയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. അടിമാലിയിലെ മറിയക്കുട്ടി എന്ന വയോധിക തെരുവിലിറങ്ങേണ്ടി വന്നത് തനിക്ക് എല്ലാ മാസവും കിട്ടുമെന്ന് കരുതിയിരുന്ന ആ തുക കിട്ടാതെ വന്നപ്പോഴാണ്. അതായത് പെൻഷൻ എന്ന പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഏറെക്കുറെ കൃത്യമായി കിട്ടിയിരുന്ന തുക മുടങ്ങിയതുകൊണ്ടാണ് പെൻഷന് വേണ്ടി ഈ വീട്ടമ്മയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നതെന്ന് ഓർക്കണം. വിവിധ ഇനത്തിൽ നിശ്ചിത പ്രായപരിധി കഴിഞ്ഞവർക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. ഏതൊക്കെ ഇനത്തിൽ ആർക്കൊക്കെയാണ് സർക്കാർ പെൻഷൻ നൽകുന്നത്? പ്രധാനമായും 5 ഇനങ്ങളിലാണ് സർക്കാർ നൽകുന്ന പെൻഷനുകൾ. 1. വിധവാ പെൻഷൻ. 2. വാർദ്ധക്യകാല പെൻഷൻ. 3. കർഷക തൊഴിലാളി പെൻഷൻ. 4. വികലാംഗ പെൻഷൻ. 5. അവിവാഹിതർക്കുള്ള പെൻഷൻ. ഇതിനു പുറമെ 16 വിവിധ ക്ഷേമനിധികളിലായും സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. 64 ലക്ഷം പേരാണ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ളത്. എല്ലാ മാസവും മസ്റ്ററിംഗ് നടത്തി ഇതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നു. അയോഗ്യരായവരെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. 900 കോടിയോളമാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത്. പെൻഷൻ ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും പെൻഷൻ ലഭിക്കില്ല. ഇതിന് കൃത്യമായ മാനദണ്ഡം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വർഷവും കൃത്യമായ പരിശോധന നടത്തി അനർഹരെന്ന് കണ്ടെത്തുന്നവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. ആർക്കൊക്കെയാണ് പെൻഷൻ ലഭിക്കാൻ യോഗ്യതയുള്ളത്? ഏതെങ്കിലും ഒരിനത്തിലുള്ള പെൻഷൻ വാങ്ങാനേ ജനങ്ങൾക്ക് അർഹതയുള്ളൂ. ഒരേ വ്യക്തി തന്നെ വിവിധ ഇനങ്ങളിൽ പെൻഷൻ വാങ്ങുന്നത് ഒഴിവാക്കാനാണ് മസ്റ്ററിംഗ് നടപ്പിലാക്കിയത്. സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്.
അപേക്ഷകൻ സർവീസ് പെൻഷനറോ കുടുംബ പെൻഷൻ വാങ്ങിക്കുന്നവരോ ആകരുത്. ആദായ നികുതിയുടെ പരിധിയിൽ വരുന്ന വ്യക്തിയാവരുത്. അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാവരുത്. ഇതടക്കമുള്ള കൃത്യമായ നിബന്ധനകൾ ഇതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സർക്കാർ നൽകുന്ന 5 ഇനത്തിലുള്ള ക്ഷേമ പെൻഷനുകൾക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാൻ നമ്മൾ എന്തു ചെയ്യണം? ഇതിന് നടപടിക്രമങ്ങൾ നിരവധിയുണ്ട്. നോക്കാം. സർക്കാർ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സർവീസ് കാലയളവിൽ ശമ്പളം ലഭിക്കുന്നതിന് പുറമെ ജീവിതത്തിൻ്റെ അവസാനം വരെ പെൻഷനും നൽകുന്നുണ്ട്. ജീവനക്കാർക്ക് ലഭിക്കുന്ന ഈ കരുതൽ എന്തുകൊണ്ട് സാധാരണക്കാർക്കും ലഭിക്കുന്നില്ല? ഇവിടെയാണ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കരുതലാവുന്നത്. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായി. ഇന്ത്യയിൽ സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. ക്ഷേമ പെൻഷൻ പ്രതിമാസം വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കാൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി എന്ന പേരിൽ സ്ഥാപനം തന്നെ ആരംഭിച്ചു. പെൻഷൻ വിതരണത്തിന് സർക്കാരിന് പണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാലും എല്ലാ മാസവും കൃത്യമായി പെൻഷൻ ഉറപ്പാക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ചുമതല. ഇതിനായി താൽക്കാലിക കടം കമ്പനി സംഘടിപ്പിക്കും. സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം അടക്കം പെൻഷൻ കമ്പനിക്ക് ആവശ്യമായ പണം കടം നൽകും. സർക്കാരിൽ നിന്നും പണം ലഭ്യമാവുന്ന മുറയ്ക്ക് ഈ പെൻഷൻ കമ്പനി പണം തിരികെ നൽകുമെന്നതായിരുന്നു ഉറപ്പ്. എന്നാൽ പെൻഷൻ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പിൽ നിന്നും കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം വലിയ തിരിച്ചടിയായി. ഇതിന് കാരണമായത് CAG റിപ്പോർട്ടിലെ പരാമർശമാണ്. ഇതോടെ കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാണ്. 600 രൂപയിൽ നിന്നാണ് 1600 രൂപയിലേക്ക് പെൻഷൻ തുക ഉയർന്നത്. സമീപകാലത്ത് കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളും പെൻഷൻ വിതരണത്തിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. 2011 അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചു 300-400 രൂപയാക്കി. ആ ലാസ്റ്റ് ബജറ്റിൽ 300-400 രൂപയാക്കി അച്യുതാനന്ദൻ ഗവൺമെന്റ്. ആ പണം കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അധികാരത്തിൽ വന്നിട്ട് 400 രൂപ കൊടുത്തത്. സാർ, ഞങ്ങളത് 2013 500 രൂപയാക്കി. പിന്നീട് 2014 600 രൂപയാക്കി. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 1100 രൂപയും 1200 രൂപയാക്കി ഞങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെ അച്യുതാനന്ദൻ, ഇത് കെ.എൻ. ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയാണ്. ഇനി അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 16 ലക്ഷം പേർക്കാണ് കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാർ ഇത് കൊടുത്തത് 34 ലക്ഷം പേർക്ക് അത് വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ആ വർധന ഇരട്ടിയിലധികം ആളുകൾക്ക് വർദ്ധിപ്പിച്ചു. ഇരട്ടിയിലധികം 16 ലക്ഷത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞ മറ്റേ ക്ഷേമനിധി പെൻഷൻ കൂട്ടിയ അത് 44 ലക്ഷവും 44 ലക്ഷവും ഏത് 16 നിന്ന് 44 ആവും അത് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തും ഗവൺമെന്റ് പണം ആ ഗവൺമെന്റിന്റെ സാഹചര്യങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. പെൻഷൻ സമ്പ്രദായത്തിൽ വൻ മാറ്റമുണ്ടാക്കിയതിന്റെ നേട്ടം കഴിഞ്ഞ 2 ഇടതു സർക്കാരുകൾക്ക് അവകാശപ്പെട്ടതാണ്. കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ സർക്കാർ വിതരണം ചെയ്യുകയല്ലേ? ദീർഘനാളുകളായി ഈ പഴി സംസ്ഥാന സർക്കാർ കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? 5.66 ലക്ഷം പേർക്ക് 200 രൂപ മുതൽ 300 രൂപ വരെയാണ് കേന്ദ്രവിഹിതമായി കിട്ടുന്നത്. പലപ്പോഴും ഇത് കിട്ടാറു തന്നെയില്ലെന്ന് സംസ്ഥാന സർക്കാർ പരാതി പറയുന്നു. ഇനി ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കേന്ദ്രം നൽകുന്ന കണക്കിനേക്കാൾ എത്രയോ അധികമാണ് സംസ്ഥാനത്തിന്റെ പെൻഷൻ തുക എന്നതാണ് യാഥാർത്ഥ്യം. 64 ലക്ഷം പേർക്ക് നമ്മൾ ഈ പറയുന്ന പെൻഷൻ നൽകുന്നുണ്ട്. അതിൽ കേന്ദ്രവിഹിതം 6,88,000 പേർക്ക് മാത്രമാണ്. 64 ലക്ഷമാണ്. അപ്പോൾ 58 ലക്ഷത്തോളം പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു സഹായവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് കണക്ക് കാണിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അവരുടെ 90% പേർക്കും
കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ പ്രതിമാസം 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷനായി നൽകുന്നത്. ഈ തുക, ഇത്രത്തോളം തുക ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നൽകുന്നില്ല. നമ്മുടേതാണ് ഏറ്റവും വലിയ ക്ഷേമ പെൻഷൻ. ഇക്കാര്യത്തിൽ ആർക്കും ഓരോ മാസവും കോടികളാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ കണ്ടെത്തേണ്ടത്. നിത്യനിദാന ചെലവുകൾക്കായി ബുദ്ധിമുട്ടുന്ന സർക്കാരിന് പലപ്പോഴും ഈ പെൻഷൻ തുക കണ്ടെത്താൻ കഴിയുന്നില്ല. ഫലത്തിൽ പെൻഷൻ മുടങ്ങും. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം 80% താഴെ അതിൽ അംഗപരിധിയിൽ കേന്ദ്ര സഹായമില്ല. അപ്പം അംഗപരിമിതി 80% താഴെയായാൽ ഒരു കേന്ദ്ര സഹായവും ഇല്ല. ഇവിടെ കേന്ദ്രവിഹിതം അംഗപരിമിതി 80% മുകളിലാണെന്ന് വിചാരിക്കുക. അവർക്ക് ആ 80% മുകളിലുള്ളവർക്ക് 18 വയസ്സിൽ താഴെയാണെങ്കിൽ ഒരു സഹായവും ലഭിക്കില്ല. നമ്മുടെ ഈ മേഖലയിൽ നൽകുന്ന കേന്ദ്രവിഹിതം 80% മുകളിൽ അംഗപരിമിതിയുള്ള 80 വയസ്സിന് താഴെയുള്ളവർക്ക് 300 രൂപ, 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ. ഇതാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിര. ആള് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ക്ഷേമനിധി പെൻഷൻ അവരുടെ അംശാദായം കൊണ്ട് അവരൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അവർ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വേറെയല്ലേ? അവരുടെ കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തിട്ട് കിട്ടുന്ന എത്ര പേരെ നിങ്ങൾ മാറ്റി? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇളവുകൾ വരുത്തി കൂടുതൽ ആളുകൾക്ക് കൊടുത്തു. പിന്നെ അന്ന് കൊടുത്തത് 600 രൂപയല്ലേ? ഇപ്പൊ കൊടുത്ത 1600 രൂപയല്ലേ? ശരിയാണ്. അന്ന് അരിയുടെ വില 28 രൂപയാണ്. ഇന്ന് അരിയുടെ വില 60 രൂപയാണ്. ആ വർഷം എത്രയായി? 7.5 വർഷത്തിന് മുമ്പ് ഉള്ള വിലയാണ്. മരുന്നിന്റെ വിലയൊക്കെ എത്ര ഇരട്ടിയായി? വില വർധനവ് 200% വില വർധനവ്, 200 മുതൽ 300% വരെ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് 9,000 കോടി കൊടുത്ത്, ഞങ്ങളുടെ കാലത്ത് 28,000 കോടി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ EMSന്റെ കാലം തൊട്ട് എടുക്കാൻ പറ്റും? അന്നത്തെ ഇക്കോണമി എന്താണ്? അന്ന് കൊടുക്കുന്ന പെൻഷൻ എന്താണ്? അന്നത്തെ കണക്ക് ഇന്നത്തെ കണക്കും വെച്ച് താരതമ്യം ചെയ്യോ? ഓരോ ഗവൺമെന്റും മാറി മാറി ഇക്കോണമിയുടെ സൈസ് കൂടും. മാത്രമല്ല ആളുകളുടെ ജീവിത ചെലവ് വർദ്ധിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കുന്നത്? എന്നാ പിന്നെ EMSന്റെ കാലത്ത് കൊടുത്ത ശമ്പളം കൊടുത്താൽ പോരെ? ഇപ്പോ 5 കൊല്ലം കൂടുമ്പോ പേ കമ്മീഷൻ വെച്ച് നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന എന്തിനാ? കൊടുക്കുന്ന 5 കൊല്ലം കൂടുമ്പോ പേ കമ്മീഷൻ വെക്കുന്ന എന്തിനാ? പെൻഷൻ മുടക്കം വലിയ വാർത്തയാവുന്ന ഈ കാലത്ത് പെൻഷൻ നൽകാനുള്ള സർക്കാരുകളുടെ ആത്മാർത്ഥത എത്രമാത്രമുണ്ട്? അതൊന്ന് പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രസക്തമാണല്ലോ. മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വലിയ താല്പര്യമെടുത്തിട്ടുണ്ട് പിണറായി സർക്കാർ. ഇക്കാര്യത്തിൽ തർക്കമില്ല. പെൻഷൻ തുക 2 ഇരട്ടിയോളം ഉയർത്തിയെന്നു മാത്രമല്ല, കൂടുതൽ പേർക്ക് പെൻഷൻ നൽകാനും കഴിഞ്ഞു. ക്ഷേമരാജ്യ സങ്കല്പത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവിധ ഇനത്തിൽ സർക്കാർ ജനങ്ങളിൽ നിന്ന് നികുതി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അവശത അനുഭവിക്കുന്നവർക്ക് തിരികെ നൽകുന്നു. വർഷത്തിൽ ഏതെങ്കിലും മാസം, ഏതെങ്കിലും ദിവസം പെൻഷൻ നൽകുന്ന ഇപ്പോഴത്തെ രീതിയിൽ വലിയ മാറ്റമുണ്ടാകും. എല്ലാ മാസവും നിശ്ചിത തീയതി കൃത്യമായി ജനങ്ങളിലേക്ക് ഈ തുക എത്തണം. എന്തൊക്കെ വിമർശനമുണ്ടെങ്കിലും കേരളത്തിൻ്റെ പെൻഷൻ സമ്പ്രദായത്തോട് കിടപിടിക്കുന്ന രീതി രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ല എന്നതും ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാം. ഡി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി പ്രവർത്തനത്തിൽ